കിതാബിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ഫതുഹുൽ മുഈൻ എന്ന് പറയുന്നത് നമ്മൾ ചെറുതായി കാണുന്ന ഒരു കിതാബല്ല. ഇത്ര കട്ടിയുള്ള ഒരു കിതാബാണ് ഈ കിതാബ്. ഈ കിതാബ് 10 വാള്യങ്ങളുള്ള തുഹ്ഫ എന്ന മഹത്തായ ബൃഹത്തായ ഗ്രന്ഥത്തിന്റെ ഏതാണ്ട് ചുരുക്കമാണ്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അവരുടെ മറ്റു പല ഗ്രന്ഥങ്ങളുടെയും ചുരുക്കമാണ്. ഇബ്നു ഹജർ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതർ, അവരാണ് ഇപ്പൊ ശാഫിഈ മദ്ഹബിനെ സംബന്ധിച്ച് നമ്മൾ അറിയുന്ന കാലത്തൊക്കെ എന്തെങ്കിലും ഒരു മസ്അലയും വിഷയവും ചോദിച്ചാൽ നമ്മുടെ നുസ്രത്തിലും മുൻപിലും ഒക്കെ നമ്മൾ ചോദ്യോത്തരത്തിലും ഫത്വയിലൊക്കെ വായിക്കുന്നത് തുഹ്ഫ, ഇങ്ങനെയാണ് തുഹ്ഫ ഇത്രാം പേജ് എന്നാണ്. അതിലില്ലാത്ത മസ്അലയില്ല. ശാഫിഈ മദ്ഹബ് എന്ന മദ്ഹബ് മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള അള്ളാഹുവിന്റെ വിധികളെയും വിവരിക്കുന്ന ഒരു വലിയ മദ്ഹബാണ്. ആ മദ്ഹബിന്റെ അകത്തെ എല്ലാ അള്ളാഹുവിന്റെ അഹ്കാമുകളും മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തങ്ങൾ അവർ ക്രോഡീകരിച്ചിട്ടുണ്ട്. അവര് മക്കയിൽ ഹറമൈനിയിൽ ദർസ് നടത്തിക്കൊണ്ട്, മക്കയിലും മദീനത്തുമുള്ള പണ്ഡിതന്മാർക്ക് ദർസ് നടത്തിക്കൊണ്ട് 2 ഹറമുകളിലും വലിയ ആലംബവും അവലംബവുമായി ഗ്രന്ഥരചനകളും ഫത്വാകളുമായി ജീവിച്ചിരുന്ന കാലത്ത് അവിടെ പോയി ബഹുമാനപ്പെട്ടവരുടെ ശിഷ്യത്വം നേടാൻ കഴിഞ്ഞിട്ടുള്ള മഹാനാണ് ഈ ഫതുഹുൽ മുഈൻ എന്ന കിതാബ് രചിച്ചിട്ടുള്ള സൈനുദ്ദീൻ മഖ്ദൂം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ. സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെതാണ് ഈ കിതാബ്. സൈനുദ്ദീൻ മഖ്ദൂം എന്ന പേര് പൊന്നാനിയിലേക്ക് വന്ന പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ഒരു നിയോഗപ്രകാരം, അള്ളാഹുവിന്റെ ഒരു നിശ്ചയപ്രകാരം നമ്മുടെ മലബാറിലേക്ക് എത്തിപ്പെട്ടവരാണ്. അള്ളാഹു ഏൽപ്പിച്ചതാണ് അവരെ. അവർ വന്നതിന് ശേഷം പൊന്നാനി പള്ളി ഉണ്ടാക്കി എന്ന് പറയുന്നതാണ് സൈനുദ്ദീൻ മഖ്ദൂം എന്ന പേരിൽ ആദ്യമായി പൊന്നാനിയിൽ വന്ന മഹാനവറുകൾ ചെയ്ത മഹത്തായ സേവനം. പൊന്നാനി പള്ളി ഇന്നും പോയാൽ അറിയാം, ആ പള്ളിക്ക് ആധുനികതയുടെ പൗർണികളേക്കാളേറെ പഴമയുടെ എല്ലാ ഗാംഭീര്യവും ആ പള്ളി ഇന്നും നിലനിർത്തുന്നുണ്ട്. പഴയ കാലത്ത് തന്നെ ആധുനികമായി നമ്മൾ നിർമ്മിക്കുന്ന വലിയ പള്ളിനേക്കാളൊക്കെ വലുപ്പവും വിശാലതയും 400ഉം 500ഉം പണ്ഡിതന്മാർ അവിടെ നിരന്തരം താമസിച്ച് പഠിക്കാനുള്ള സൗകര്യവും ഉള്ള ഒരു പള്ളിയായിട്ടാണ് അന്ന് മഹാനുകൾ കയറ്റുന്നത്. വലിയൊരു വിപ്ലവമായിട്ട് നമ്മുടെ കേരളത്തിൽ കിബില തർക്കം എന്ന് പറഞ്ഞൊരു തർക്കം നടക്കുന്ന കാലത്ത് കേരളത്തിലെ അനേകം പള്ളികൾ പരിശോധിച്ചു നോക്കുമ്പോൾ കിബിലന്റെ കൃത്യമായ ദിക്കിലേക്കല്ലാത്ത കാണുകയും അവിടെയൊക്കെ അത് പൊളിച്ചു പണിയുന്ന ഒരു ചുറ്റുപാടുണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു വലിയ തർക്കം നടക്കുന്ന ഉലമാക്കൾക്കിടയിൽ നടന്ന കിബില തർക്കം എന്ന കാലത്ത് ആ തർക്കവുമായി വന്ന ഉലമാക്കളൊക്കെ പരിശോധിച്ചിട്ടും കിബിലയുടേക്ക് കൃത്യമായി കണ്ടിട്ടുള്ള ഒരു മഹത്തായ പള്ളിയാണ് പൊന്നാനി പള്ളി. അതേപോലെ തന്നെ മമ്പറന്തങ്ങൾ ഏൽപ്പിച്ച മമ്പറത്തെ പള്ളി. ഈ 2 പള്ളിയും കൃത്യമായി കിബിലയിലേക്കായിരുന്നു. നമ്മൾ ശാസ്ത്രീയമായി കണ്ടെത്തുന്ന കിബിലയുടെ ദിശ നിർണയിക്കുന്ന ഉപകരണങ്ങളോ അതോ മറ്റൊന്നും കണ്ടുകൊണ്ടല്ല അവർ അത് നിർമ്മിച്ചത്. മമ്പർത്ത തങ്ങൾ പിന്നെ മമ്പർത്തുനിന്ന് തന്നെ നോക്കിയിട്ട് കഅബ കാണിച്ചു കൊടുത്തുകൊണ്ടുണ്ടാക്കി എന്നൊക്കെ ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട്. ശരിയോ തെറ്റോ എന്നറിയില്ല. ഏതായാലും അതൊക്കെ കഴിയുന്നവരാണ് ഖുതുബുസ്സമാൻ മമ്പുറം തങ്ങൾ അവர்கள். എന്നാൽ അതേപോലെ തന്നെയാണ് അതിന്റെ മുൻപ് മമ്പറം തങ്ങൾ അവர்கள் അതൊക്കെ നിർമ്മിക്കുന്നതിന്റെ ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പൊന്നാനി പള്ളി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവர்கள் ഉണ്ടാക്കിയത്. അപ്പൊ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അത് ആദ്യത്തെ വലിയ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ്. ആ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പുത്രന്റെ മുഹമ്മദുൽ വസാലി എന്നറിയുന്ന പുത്രന്റെ മകനാണ് ഈ ഫതുഹുൽ മുഈൻ രചിച്ചിട്ടുള്ള മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം എന്നവർ. സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറഞ്ഞ പേരിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. അവരിൽ വളരെ പ്രസിദ്ധരായി പൊന്നാനി ഉലമാക്കളിൽ ഏറ്റവും പ്രസിദ്ധർ ആദ്യം പൊന്നാനി പള്ളി എടുപ്പിച്ച വലിയ സൈനുദ്ദീൻ മഖ്ദൂം തന്നെ. ഇപ്പത്തെ മദ്രസയിലെ കുട്ടികൾക്ക് നമ്മുടെ പാഠബുക്കിൽ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അവരെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ചെറിയ കുട്ടികൾക്ക് 6-ാം ക്ലാസ് 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരൊക്കെ നല്ലോണം അറിയാം. നമുക്കൊക്കെ അറിയില്ല, കാരണം അവരെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ആ വലിയ സൈനുദ്ദീൻ മഖ്ദൂം എന്നവരുടെ മകൻ മുഹമ്മദുൽ വസാലിയുടെ മകനാണ് ഈ ഫതുഹുൽ മുഈൻ ഉണ്ടാക്കിയിട്ടുള്ളവർ. വലിയ സൈനുദ്ദീൻ മഖ്ദൂം ധാരാളം ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ തസവുഫിന്റെ ഗ്രന്ഥങ്ങളും അതുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളും ഒക്കെയാണ് അധികവും രചിച്ചിരുന്നത്. അവരുടെ രീതിയും അതായിരുന്നു. അവർ
അവിടെ തുടങ്ങി വെച്ചിട്ടുള്ള പൊന്നാനി ദർസിന്റെ പാരമ്പര്യത്തിന്റെ ശേഷം പിന്നെ കേരളീയ ജീവിതം മുഴുവൻ പൊന്നാനി ഉലമാക്കന്മാരുടെ സരണിക്കനുസരിച്ചാണ്. അവരുടെ സരണി വിശ്വാസപരമായും ആചാരപരമായും. നമുക്കറിയപ്പോ നമ്മളെ കാലത്ത് ആരൊക്കെ എന്തൊക്കെ പള്ളി ദർസുകളിൽ ഓതിയിട്ടുണ്ടോ ആ ഓതിയിട്ടുള്ളതെല്ലാം പൊന്നാനിയിലെ ഉലമാക്കന്മാരുണ്ടാക്കിയ കിതാബുകളാണ് കാണാം. അപ്പൊ 10 കിതാബ്, 10 കിതാബ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന നമുക്കറിയണ 10 കിതാബ്. ആ 10 കിതാബ് ഇപ്പോ അതിലെ അനേകം കിതാബ് മുത്തഫരിദ് ആവട്ടെ, നൂറുൽ അബ്സാർ ആവട്ടെ, അതുപോലത്തെ കിതാബുകളാവട്ടെ, ഇതൊക്കെ കേരളത്തിലേക്ക് വന്നിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. മുത്തഫരിദ്, ബാബു അരിബത്തു സുഹറ, ബാബു അരിബത്തുൽ കുബറ പോലത്തെ ഒരു 4-5 കിതാബുകൾ 10 കിതാബുകളിലുള്ളത് ബഹുമാനപ്പെട്ട ഇത് രചിച്ചിട്ടുള്ള ആളുടെ പിതൃവ്യൻ സൈനുദ്ദീൻ മഖ്ദൂം എന്ന് പറയുന്നവരായിരിക്കും. പിതൃവ്യനോ അല്ലെങ്കിൽ മറ്റൊരാളോ ആ പേരിലുള്ള സൈനുദ്ദീൻ മഖ്ദൂം തന്നെ അത് രചിച്ചത്. ശേഷമുള്ള അനേകം നമ്മൾ പഠിച്ചു വരുന്ന വിശ്വാസത്തിന്റെ കിതാബുകളും ആചാരത്തിന്റെ കിതാബുകളും ഒക്കെ പൊന്നാനിയിലെ ഉലമാക്കൾ രചിച്ചതാണ്. ആ കൂട്ടത്തിൽ വിശ്വപ്രസിദ്ധമായി ലോകത്തെ വലിയ യൂണിവേഴ്സിറ്റികളിലും പഠന കേന്ദ്രങ്ങളിലും ഒക്കെയും പഠിപ്പിച്ചു വരുന്ന ഷാഫിഈ മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമാണ് ഈ ഫത്ഹുൽ മുഈൻ. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ വെച്ചാൽ നമ്മളെ കോളേജിലുണ്ട്. നമ്മളിപ്പോ ഇത് നോക്കിയിട്ടാണല്ലോ ഈ ചോദ്യോത്തരങ്ങൾക്കൊക്കെ എഴുതുമ്പോൾ തുഫ എന്ന് നമ്പറിട്ട് കൊടുക്കുന്നത്. പല വാള്യങ്ങൾ, 10 വാള്യങ്ങൾ. അത് ഇത്ര വെച്ചാൽ ഉണ്ടാകുന്ന ആ 10 വാള്യങ്ങളിലുള്ള മസ്അലപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ, അതായത് അള്ളാന്റെ ദീനിന്റെ അഹ്കാമുകളൊക്കെ ഈ ഗ്രന്ഥത്തിൽ ഒതുക്കപ്പെട്ടു. അത്ര വിശിഷ്ടമായ ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. പഴയ കാലത്ത് പൊന്നാനിയിലെ ഉലമാക്കൾ ഫത്ഹുൽ മുഈൻ ഒരു 4-5 കൊല്ലം ഓതി കഴിഞ്ഞിട്ട് വളക്കത്തിരുന്ന് മുസ്ലിയാരായി പുറത്തിറങ്ങുക ചെയ്യുക. അവരാണ് പഴയ കാലത്ത് മുസ്ലിയാരും എന്ന് പറയുന്ന കൂട്ടർ. പൊന്നാനി പള്ളിയിൽ വെച്ചിരുന്ന വളക്കത്തിരിക്കുക. അത് ഫത്ഹുൽ മുഈൻ ഓതി പൂർത്തിയാക്കിയാൽ പിന്നീട് ഇതേ ഫത്ഹുൽ മുഈൻ തന്നെ അതതു കാലത്തുള്ള മഖ്ദൂമുമാരുടെ തിരുവായയിൽ നിന്ന് കേൾക്കുകയും പരിസരം നിശ്ചയിക്കപ്പെട്ട ഏതാനും ചില കിതാബുകളുടെ ആദിവചനങ്ങളൊക്കെ കേൾപ്പിച്ചിട്ട് അവർക്ക് ദർസ് നടത്താനും ഫത്വ നൽകാനൊക്കെ പറ്റുന്ന അനുമതി നൽകിക്കൊണ്ട് പുറത്തു വിടുന്നതാണ് മുസ്ലിയാർ പട്ടം നൽകിയിട്ട് പുറത്തു വിടുക എന്ന് പറയുന്ന ആ പരിപാടി. അതിനും ആധാരമാക്കിയിരുന്നത് ഫത്ഹുൽ മുഈനാണ്. അപ്പൊ ആ ഫത്ഹുൽ മുഈനിൽ എല്ലാ വിവരങ്ങളും ഉള്ളതിൽ ഇബാദത്തിന്റെ ഭാഗങ്ങൾ, ഫിഖ് എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ, മനുഷ്യ ജീവിതത്തിൽ വരുന്ന എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. കച്ചവടമുണ്ട്, വാടക കൊടുക്കണ വസാലുണ്ട്, വ്യാവസായികമായിട്ടുള്ള എല്ലാ ഇടപാടുകളുടെ വിവരങ്ങളും അതിലുണ്ട്. അതിന് മുആമലാത്ത് എന്ന പേര്, വ്യാവസായിക നിയമങ്ങൾ, ഇടപാട് നിയമങ്ങൾ. ഇന്ന് മുനാക്കഹാത്ത് എന്ന് പറയും വൈവാഹികമായിട്ടുള്ള നിയമങ്ങൾ, വിവാഹപരമായിട്ടും കുടുംബപരമായിട്ടും നിക്കാഹ് മുതൽക്ക് അത് ബന്ധം ഒഴിഞ്ഞാലുള്ള ത്വലാഖിന്റെ വിവിധ ഇനങ്ങൾ അടക്കമുള്ള എല്ലാ വകുപ്പുകളും ചർച്ച ചെയ്യുന്ന ഭാഗം മുനാക്കഹാത്ത്, വൈവാഹിക നിയമങ്ങൾ എന്ന് പറയും. അതേപോലെ തന്നെ ഒരു രാഷ്ട്രവും ഭരണവും ഒക്കെ ഇസ്ലാമിന് ലഭിച്ചാൽ ആ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥിതി പ്രകാരം അവിടെ ഭരണം നടത്തിക്കൊണ്ടുവരണമെങ്കിൽ സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഒക്കെ വേണമല്ലോ. ആ നിയമങ്ങളിലെ ക്രിമിനൽ നിയമങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു ഭാഗം, ആ ഒരു ഭാഗമാണ് ജിനായാത്ത് എന്ന പേരിൽ അറിയുന്നത്. അതിന്റെ ആദ്യ ഭാഗമായിട്ട് പറയപ്പെടുന്ന ഭാഗമാണ് ഇബാദാത്ത്, ആരാധനകൾ നമ്മൾ ചെയ്യുന്ന, അള്ളാഹ്ക്ക് ചെയ്യുന്ന ഇബാദത്തുകളുടെ നിയമങ്ങൾ. ഈ നിയമങ്ങൾ വിവരിക്കുന്ന ഭാഗം ഫത്ഹുൽ മുഈനിന്റെ ഏതാണ്ട് ഒരു പകുതിയോളം വരും, ഏതാണ്ട് ഒരു പകുതിയോളമുള്ള ഭാഗം. അപ്പൊ ഇപ്പൊ നമ്മൾ തുടങ്ങുന്ന ഈ ദർസ്, ഇത് ഇവിടെയെന്ന് മാത്രമല്ല നമ്മുടെ പരിസരത്തുള്ള എല്ലാ കേന്ദ്രങ്ങളിലുമായിട്ടും ഉണ്ട്, മറ്റു നാടുകളിലുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ, ആ നാടുകളിലൊക്കെ നടക്കുന്ന ഫത്ഹുൽ മുഈനിൽ ഈ കിതാബ് ഓതി കൊടുക്കുന്ന ആള് വായിച്ചിട്ട് ഈ കിതാബിലുള്ള ആശയം എന്താണ് എന്ന് പഠിപ്പിക്കുകയും ആ പഠിപ്പിക്കലിൽ വരുന്ന സംശയങ്ങൾ, മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിൽ സ്വീകരിക്കുന്നത്. മൗലവിമാര് കിതാബ് ഓതുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സെന്റൻസ് വായിച്ചിട്ട് ആ വായിച്ച സെന്റൻസുകൾ അതിലെന്താണ് വിവരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു മൗലിക ഗ്രന്ഥത്തിൽ നിന്ന്, ഒരു ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എന്താണ് പറയുന്നത് എന്ന് നമ്മളെ നിസ്കാരത്തിന്റെയും ഓതുണ്ടാക്കണേന്റെയും ഓതുവിന്റെ വെള്ളത്തിന്റെയും അതേപോലെ തന്നെ നോമ്പിന്റെയും സക്കാത്തിന്റെയും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ ഒക്കെ വിവരങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു കൊല്ലം കൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ അത് കേട്ട് പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇതിന് ആവിഷ്കരിക്കുന്നത്. ജനകീയ ദർസ് എന്നുള്ള പേരിൽ.
വളരെ പ്രധാനപ്പെട്ട വലിയ നഗരങ്ങളിലൊക്കെ ഇങ്ങനെ ഓതി രാത്രിയിലൊക്കെ ഓതുന്ന, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഓതുന്ന വിദേശികളല്ല സ്വദേശികളായ ഒരു കൂട്ടം ആളുകളുടെ നാടൻ ദർസുകൾ വലിയ വലിയ ടൗണുകളിൽ, കോഴിക്കോട് ഒരുപാട് ഏരിയകളിൽ അങ്ങനെ ദർസുകളുണ്ട്. അതിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് മിക്ക മസാലകളും കിട്ടും. അപ്പൊ നമുക്ക് കിട്ടേണ്ട മസാലകളും വിഷയങ്ങളും നമ്മളൊരു സമയം നിശ്ചയിച്ചിട്ട് ദിനേന വേണമെങ്കിൽ സുബഹിന്റെ ശേഷമെന്നോ ഇശാമാരിമിന്റെ ഇടയിൽ മാരിബ് നിസ്കരിച്ച ശേഷമെന്നോ എപ്പോഴാണ് യോഗം നമുക്ക് പറ്റുന്നതെങ്കിൽ നമ്മൾ രണ്ടു കൂട്ടർക്കൊക്കെ മനസ്സിലാകുന്ന തരത്തിൽ ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇത് നടത്തുന്ന ആളുകൾക്കുമുള്ള സൗകര്യത്തിനനുസരിച്ച് ദിവസേന ക്ലാസ്സുകൾ നടക്കാൻ ഏതെങ്കിലും ഒരു സമയം നിസ്കാര ശേഷം നിശ്ചയിച്ചാൽ അങ്ങനെ വേണമെങ്കിൽ പറ്റും. ലേശം നേരെ ഇപ്പതിന് വേണ്ടുള്ളൂ. അങ്ങനെ ദിവസേന ചെയ്യാം. അതല്ലെങ്കിൽ ഒഴിവിന്റെ ദിവസങ്ങൾ നോക്കിയിട്ട് ഒഴിവിന് പറ്റുന്ന വിധം കുറച്ച് ദീർഘമായി വായിക്കുന്ന തരത്തിലും ഓതുന്ന തരത്തിലുമായിട്ട് ഇടക്കുള്ള ദിവസങ്ങളിലായിട്ട് വേണമെങ്കിൽ അങ്ങനെ നിർത്താം. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിൽ സൗകര്യമാകുന്ന തരത്തിൽ ഇതിന്റെ ആരംഭം മുതൽ ഹജ്ജ് വരേക്കുള്ള ഇബാദത്തിന്റെ മസാലകളും വിവരങ്ങളും ഒക്കെ വിവരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇപ്പോൾ ദർസ് ആമി എന്നുള്ള പേരിൽ ഈ ജനകീയ ദർസിൽ ഉൾപ്പെടുത്തുന്നത്. അത് കിതാബ് വായിച്ച് അതിലുള്ള കാര്യം നമ്മൾ അങ്ങ് കേൾക്കുകയാണ്. അപ്പൊ ആധികാരികമാണ് ആ കേൾക്കുന്നത്. കിതാബിൽ നിന്നാണല്ലോ കേൾക്കുന്നത്, പ്രമാണ ഗ്രന്ഥത്തിൽ നിന്നാണല്ലോ കേൾക്കുന്നത്. ആ ഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞു എന്നറിയാൻ നമുക്ക് സാധിക്കും. വയല് കേൾക്കുന്ന മാതിരിയല്ല, ക്ലാസ് കേൾക്കുന്ന മാതിരിയല്ല. ഈ ആധികാരിക ഗ്രന്ഥം വെച്ച് അതിൽ നിന്ന് വിവരിക്കുന്നത്, അതിന്റെ വിശദീകരണങ്ങൾ കേട്ടുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരവസരം. അങ്ങനെ പഠിച്ചവർക്ക് വിവരിക്കപ്പെട്ടതുപോലെ നമുക്ക് ഇൻഷാ അല്ലാഹ് സമാപന സമ്മേളനം നടക്കുമ്പോൾ വലിയ പണ്ഡിതന്മാര് അവരുടെ ദർസ് നമുക്ക് രണ്ട് തരത്തിൽ പോകും. ഇമാം റാസി അക്കാദമിയിൽ നിന്ന് ഡിഗ്രി പൂർത്തിയാക്കിയിട്ടുള്ള, രണ്ട് വിദ്യാഭ്യാസത്തിന്റെയും ഡിഗ്രികൾ പൂർത്തിയാക്കിയിട്ടുള്ളവരുടെ ഡിഗ്രിയും ശേഷം അവരും മറ്റുള്ളവരും ഒക്കെ നടത്തുന്ന PG പോസ്റ്റ് ഡിഗ്രി എന്നുള്ള നിലയിൽ PG ചെയ്യുന്ന നമ്മളെ മുത്തവൽ ഡിഗ്രി ആയിട്ട് പണ്ടേ ജാമ്യയിൽ നിന്ന് കൊടുത്തു വരുന്ന ആ ഡിഗ്രിയും ഇതൊക്കെ നടത്തിക്കൊണ്ട് വരുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്കും ഇൽമുമായി ബന്ധപ്പെട്ട് ഷെയ്ഖുന അവരുടെ ഒരു അംഗീകാരം, ഷെയ്ഖുനായുടെ ഒരു അംഗീകാരമാണുള്ള ജാമ്യയിൽ നൽകുന്ന പത്രം തന്നെ. ജാമ്യ തന്നെ ഷെയ്ഖുന അതിന് സ്ഥാപിച്ചതാണ്. ആ ഒരു അംഗീകാരം, ഷെയ്ഖുനായുടെ തന്നെ ഇൽമിന്റെ ഒരു അംഗീകാരത്തിന്റെ പത്രം ജാമ്യയുടെ പേരിൽ നാട്ടുകാർക്കും സാധാരണക്കാർക്കും ലഭ്യമാക്കുന്നതിന് കൂടിയുള്ള ഒരവസരമാണ് നമ്മൾ ഈ നടത്തുന്ന ജനകീയ ദർസിലൂടെ നമുക്ക് ഒരുക്കാൻ വേണ്ടി പോകുന്നത്. അതാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ആ ദർസിന്റെ കാര്യം പരമാവധി ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളും ഈ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ പ്രത്യേകം വേഗം രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവരൊക്കെ ഒരു പേര് വിളിക്കണം. പ്രത്യേകം അവരെ പേരൊക്കെ എഴുതിയിട്ട് അവരെ പേര് വിളിച്ചുകൊണ്ട് എല്ലാ ദിവസത്തിലും അവർ പങ്കെടുക്കണം. വേറെ പരീക്ഷകളോ അല്ലെങ്കിൽ എഴുത്ത് പരീക്ഷയോ ചോദ്യ പരീക്ഷയോ ഒന്നും ഇതിന്റെ പേരിൽ നമ്മൾ പേടിക്കേണ്ടതില്ല. കാരണം നമ്മൾ പഠിക്കുകയാണല്ലോ. പഠിക്കുമ്പോൾ അപ്പം തന്നെ ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് പഠിക്കാം. അപ്പം തന്നെ നമ്മൾ ചോദിക്കുക, പഠിക്കുക. അതാണ്. അല്ലാതെ പിന്നെ അവരൊരു പരീക്ഷയോ ആജാതി ഭീതികളൊന്നും ഇതിലില്ല. ആ കേട്ടുകൊണ്ടിരിക്കണം അവര് ഈ ക്ലാസ്സിൽ ഈ ഭാഗങ്ങൾ നൽകുന്ന ഭാഗങ്ങൾ. അത് കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് ഈ കോഴ്സ് പൂർത്തിയാക്കിയ തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ്, അത് ഷെയ്ഖുനായുടെ പേരിൽ ജാമ്യയിൽ നിന്ന് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ന നിലക്ക് നമുക്ക് നമ്മുടെ നാട്ടിലെ ജാമ്യയിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നത് ഒരു ബർക്കത്താണ് നമ്മുടെ ജീവിതത്തിൽ. ഇത് പഠിച്ചു തീരുമ്പോൾ നമുക്കറിയാം ഇത് പഠിക്കൽ നമുക്ക് ഫർദ് ഐനായിരുന്നു എന്ന്. കാരണം ഓരോ വ്യക്തിയും ഒറ്റക്ക് ചെയ്യേണ്ട ഇബാദത്തുകളുടെ മസാല പഠിക്കൽ അവർക്ക് നിർബന്ധമാണ്. പക്ഷെ നമ്മൾ വിചാരിക്കാം നമുക്ക് നിസ്കരിക്കാനൊക്കെ അറിയാലോ, നോമ്പ് വെക്കാനൊക്കെ അറിയാലോ, സക്കാത്ത് കൊടുക്കാനൊക്കെ അറിയാലോ, ചെയ്യണമൊക്കെ അറിയാലോ എന്ന്. അറിയണുണ്ടോ അറിയണില്ലേ എന്ന് അറിയണമെങ്കിൽ കിതാബ് പറഞ്ഞ് നമ്മൾ കേൾക്കണല്ലോ. അപ്പൊ ആ കിതാബ് പറഞ്ഞ് കേൾക്കുമ്പോൾ അറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇബാദത്തുകളിൽ ശരിയാകാതായി പോകുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോകുന്നുണ്ട് ഇബാദത്തുകളിൽ. അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരവസരമാണിത്. ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. എണ്ണം അതിനില്ല, വയസ്സ് ഇതിനില്ല. വയസ്സന്മാരും ചെറുപ്പക്കാരും എല്ലാവരും ചേർന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കിതാബ് ഓതിയും കൊണ്ടിരിക്കണ മൂല്യന്മാര് വേണ്ടയില്ല. ആ മൂല്യന്മാരല്ലാത്ത ബാക്കി സാധാരണക്കാരായ ആളുകൾക്ക്, കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കണ മാതിരിയാണ് പറഞ്ഞു കൊടുക്കുക. കേൾക്കണ വിധത്തിൽ ആർക്കും ഇരിക്കാം, അതോ ശരി തന്നെ. എന്നാലും സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധം പ്രായവ്യത്യാസമില്ലാതെ ജനകീയമായി ബഹുജനങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ഒരു സംരംഭമാണിത്. അതിൽ വലിയ പ്രായമുള്ള വല്യപ്പാന്റെ കൂടെ
പേരക്കുട്ടിക്കും കൂടാം. അങ്ങനെ പേരക്കുട്ടികളും മക്കളും ബാപ്പാരും ഒക്കെ ഇൽമില് ഭേദമല്ല. റസൂലുള്ളാഹിന്റെ സദസ്സിൽ അങ്ങനെ ഇരുന്നാണ് സ്വഹാബാക്കൾ പഠിച്ചത്. അങ്ങനെയാണ് നമുക്ക് ദീൻ ഇവിടെ കിട്ടിയത്. ഇത് നമ്മളെ ജീവിതവും ഇബാദത്തും നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും ഇതിൽ ഭാഗവാക്കാകുകയും പങ്കെടുക്കുകയും വേണമെന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് നമുക്ക് ഈ ആരംഭിക്കാൻ ആ കിതാബ് ഒന്ന് തുടങ്ങുകയാണ്. ആ തുടങ്ങൽ നമുക്ക് തുടങ്ങാം. ഫത്ഹുൽ മുഈൻ. ദർസിൽ നമ്മൾ സാധാരണ ഓതുക, കുട്ടികളുടെ കയ്യിൽ ഈ കിതാബ് ഉണ്ടാവും, പഠിക്കണ വിദ്യാർത്ഥികളുടെ കയ്യിൽ കിതാബ് ഉണ്ടാവും. അവര് വായിക്കും. ആ വായിക്കുന്ന പദങ്ങൾക്കൊക്കെ ഉസ്താദ് പഠിപ്പിച്ചു കൊടുക്കും, വാക്കുകളുടെ അർത്ഥം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഘടന ഒപ്പിച്ചിട്ട് ഇങ്ങനെ പോകലാണ്. ഇത് ആഴത്തിൽ പഠിക്കാനാണ്. അപ്പൊ ആ ആഴത്തിൽ പഠിക്കാൻ വേണ്ട സമയം നമുക്ക് ഉണ്ടാവില്ല, അതിന് പറ്റൂല നമുക്ക്. ഇതിന്റെ ഗ്രാമറുകളും ഭാഷാപരമായ നിയമങ്ങളൊക്കെ പഠിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മളിത് ഉസ്താദ് വായിക്കുക, ഉസ്താദ് വായിച്ചുകൊണ്ട് അതിന്റെ ആശയങ്ങൾ, അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ഓരോ സെന്റൻസിൻ്റെതും പറയാ. ഇതാണ് നമ്മൾ ഇവിടെ ഉണ്ടാകുക. അപ്പൊ ഏത് കിതാബിനും ഒരാമുഖം ഉണ്ടാവും. എല്ലാ കിതാബിനും ഒരു ആമുഖം ഉണ്ടാവും. കിതാബിന്റെ പ്രാരംഭത്തിൽ ബിസ്മി, ഹംദ്, സ്വലാത്ത് ഇങ്ങനത്തെ ഒക്കെ പറയുന്ന ഒരാമുഖം. അതെല്ലാ ഗ്രന്ഥങ്ങൾക്കും ഉണ്ടാവും, ഏത് കിതാബിനും. ആ കിതാബിന്റെ ആമുഖത്തിന് കിതാബിന്റെ ഹുതുബ എന്നാ പറയാ. ഹുതുബ നമ്മൾ പറയുന്നത് വെള്ളിയാഴ്ചയിൽ നമ്മൾ ഓതുന്ന ഹുതുബ, അതേപോലെ നിക്കാഹിന് നമ്മൾ ഓതുന്ന ഹുതുബ. ഇതൊക്കെ ഓരോരുത്തരും ഹുതുബകളാണ്. വെള്ളിയാഴ്ചയിലെ ഹുതുബ ആഴ്ചയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ടുള്ളവർക്ക്, ആ ആഴ്ചയിൽ ചേർന്ന ഒരു ഗ്രാമീണരായ ആളുകൾക്ക് മൊത്തം നൽകേണ്ട ഒരു നിയമം, ഉദ്ബോധനം ഇതാണ്. നിക്കാഹിന്റെ ഹുതുബ ആ നിക്കാഹ് കർമ്മത്തിന്റെ ആമുഖമായി നടത്തുന്ന ഒരു ഹുതുബയാണ്. കിതാബിന്റെ ഹുതുബ ആ ഗ്രന്ഥത്തിന്റെ ആമുഖമായിട്ട് കുറിക്കുന്ന ആദ്യ ഭാഗങ്ങളും അതിന്റെ എന്താണ് ഈ കിതാബിലുള്ള വിഷയങ്ങളും എന്നൊക്കെ പറയുന്ന ഭാഗവും, അള്ളാഹിനെ സ്തുതിച്ച് റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ഭാഗങ്ങളൊക്കെ കൂടിയതാണ് ഈ കിതാബിന്റെ ഹുതുബ. ആ ഹുതുബയുടെ ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ആ ഭാഗത്തിൽ നമ്മൾ നബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലലും അള്ളാഹിനെ സ്തുതിക്കലും ബിസ്മി ചൊല്ലലും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിലുണ്ടാവുക. ആ ഭാഗം നമുക്ക് മഹാനവറുകൾ പറഞ്ഞേ പറയാം.